ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ മലയാളം പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കൂട്ടുകാരെല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ഭാഗം കാണാൻ കഴിയും. ഇവിടെ നോക്കിയാൽ അറിയാം, മലയാളം കേരള പാഠാവലി പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2 മണിക്കൂർ കൂട്ടുകാർക്ക് ടൈമുണ്ട്. 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടുകാർ നന്നായി വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിനി ഓരോ പ്രവർത്തനങ്ങളായി നോക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. താഴെ കൊടുത്ത ഓർമ്മക്കുറിപ്പ് വായിക്കുക. ചിറക്. ഒരു ചെടിയെയും നോക്കി വെറുതെ ഇരിക്കുകയായിരുന്നു ഞാൻ. വെള്ളിമേഘത്തിൽ നിന്ന് അടർന്നു വീണ തുണ്ടുപോലുള്ള ഒരു പൂമ്പാറ്റക്കുഞ്ഞ് അങ്ങോട്ട് പറന്നു വന്നു. അതിൻ്റെ നേർത്ത വെള്ളച്ചിറകുകൾ നന്നായി ചലിച്ചിരുന്നില്ല. തളർന്ന കൊച്ചു ചിറകുകളുമായി ആ പൂമ്പാറ്റക്കുഞ്ഞ് ഇടറി വായുവിലൂടെ ഒഴുകി വന്ന് ചെടിയുടെ ഏറ്റവും മുകളിലെ ഇലയിലിരുന്നു. അത് തൻ്റെ കുഞ്ഞിച്ചിറകുകളെ വെയിൽ കാഞ്ഞ് പതുക്കെ ചൂട് പിടിപ്പിച്ച് ഉഷാറാക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് ഒരു കാറ്റ് വന്നത്. അതൊരു സാധാരണ കാറ്റായിരുന്നു. പക്ഷേ ആ കുഞ്ഞു ചെടിക്കും അതിൻ്റെ തുമ്പത്തിരിക്കുന്ന പൂമ്പാറ്റ കുഞ്ഞിനും അത് അപകടകാരിയായ ഒരു കൊടുങ്കാറ്റായി. ചെടി ആടി ഉലയാൻ തുടങ്ങി. പൂമ്പാറ്റ കുഞ്ഞിൻ്റെ ലോലമായ കുഞ്ഞിച്ചിറകുകൾ കിടുകിടാ വിറച്ചു. അത് പിടിവിട്ട് താഴേക്ക് വീഴുമെന്ന് തോന്നി. വെയിലേറ്റ് അതിൻ്റെ ചിറകുകൾ ശക്തി പ്രാപിക്കുന്നതേയുള്ളൂ. അപ്പോഴേക്കും കാറ്റടിക്കാൻ തുടങ്ങിയല്ലോ. പക്ഷേ പൂമ്പാറ്റക്കുഞ്ഞ് സർവ്വശക്തിയും സംഭരിച്ച് ചെടിത്തുമ്പത്ത് അള്ളിപ്പിടിച്ചിരുന്നു. ഏത് സമയത്തും വീണു പോകാവുന്ന ആ ഇരിപ്പിനിടയിൽ തന്നെ അത് തൻ്റെ കുഞ്ഞിച്ചിറകുകൾ മെല്ലെ മെല്ലെ വിടർത്തി കാറ്റിന് കരുത്തു വർദ്ധിച്ചു. എന്നാൽ പൂമ്പാറ്റ വിട്ടുകൊടുത്തില്ല. പതുക്കെ തൻ്റെ കുഞ്ഞിച്ചിറകുകൾ പൂർണ്ണമായി വിടർത്തിയെടുക്കുന്നതിൽ അത് വിജയിച്ചു. ഒരു നിമിഷം ആ പൂമ്പാറ്റക്കുഞ്ഞ് തൻ്റെ ചിറകുകൾ വീശി ഉയരങ്ങളിലേക്ക് പറന്നു, ഭയമില്ലാതെ. സിനാശ. ഇവിടെ നോക്കൂ, നമ്മളൊരു മനോഹരമായ ഓർമ്മക്കുറിപ്പ് വായിച്ചു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഈ പാസേജിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് ഓപ്ഷൻസ് കൊണ്ട് നമുക്ക് വായിച്ചു നോക്കാം. ഈ ചോദ്യം: പൂമ്പാറ്റക്കുഞ്ഞ് എന്തിനെ പോലെയായിരുന്നു? വെള്ളിമേഘത്തുണ്ട്, മഴവിൽ തുണ്ട്, നക്ഷത്രം. ഉത്തരം വെള്ളിമേഘത്തുണ്ട്. ബി. ചിറക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? തണുപ്പ്, സ്വാതന്ത്ര്യം, സ്നേഹം. സ്വാതന്ത്ര്യം. സി. ചെടി ആടിയുലയാൻ തുടങ്ങിയത് എപ്പോഴാണ്? വെയിൽ വന്നപ്പോൾ, കാറ്റ് വീശിയപ്പോൾ, പൂമ്പാറ്റ പറന്നുയർന്നപ്പോൾ. ഉത്തരം കാറ്റ് വീശിയപ്പോൾ. ഡി. ശക്തി എന്ന വാക്കിൻ്റെ അർത്ഥമുള്ള മറ്റൊരു വാക്ക് ഈ കഥയിലുണ്ട്. ആ വാക്ക് ഏതാണ്? ഓപ്ഷൻസ്: കരുത്ത, ഉലയൽ, ഭയം. ഉത്തരം കരുത്ത. ഈ ചോദ്യം: പൂമ്പാറ്റക്കുഞ്ഞ് എവിടെയാണ് ഇരുന്നത്? ഓപ്ഷൻസ്: ചെടിത്തണ്ടിൽ, പൂവിൽ, ഇലയിൽ. ഉത്തരം ഇലയിൽ. പ്രവർത്തനം 2, ഡയറി കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങളുടെ പിറന്നാളിനെക്കുറിച്ചോ വീട്ടിലെ എന്തെങ്കിലും വിശേഷത്തെക്കുറിച്ചോ അന്നത്തെ ഡയറിയിൽ നിങ്ങൾ എഴുതുന്ന കുറിപ്പ് എങ്ങനെയാവും? നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസത്തെ ഡയറി കുറിപ്പ് എഴുതി നോക്കൂ. ബി ചോദ്യം: അളകനന്ദയിലെ വെള്ളാരം കല്ലുകൾ എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത്? ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നൈൽ ഡയറി, ഹിമവാന്റെ മുകൾ തട്ടിൽ, ഹിമാലയത്തിലൂടെ. ഉത്തരം ഹിമവാന്റെ മുകൾ തട്ടിൽ. അടുത്ത് പ്രവർത്തനം 3, ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന സൂചനകളും നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങളും ചേർത്ത് എസ് ഗുപ്തൻ നായരുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഏതൊക്കെ നിലകളിലാണ് അറിയപ്പെട്ടിരുന്നത്, അതുപോലെ അദ്ദേഹത്തിൻ്റെ മരണം, പ്രധാന കൃതികൾ, ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാവണം കൂട്ടുകാർ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനായിട്ട്. ബി ചോദ്യം: പട്ടുപോവുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: ഉണ്ടാവുക, നശിക്കുക, ബാക്കിയാവുക. പ്രവർത്തനം 4, ലഘു ഉപന്യാസം തയ്യാറാക്കുക. സ്കൂൾ വിദ്യാരംഗം
കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് മാസം നടത്തുന്ന ഉപന്യാസ മത്സരത്തിലേക്ക് വായനയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ലഘു ഉപന്യാസം തയ്യാറാക്കുക. ബി ചോദ്യം, കനകമൃഗം. ഇതിൽ കനകം എന്നതിന് പകരം എഴുതാവുന്നത് എന്താണ്? വെള്ളി, സ്വർണം, ചെമ്പ്. ഉത്തരം സ്വർണം. പ്രവർത്തനം 5. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. എല്ലാ എക്സാമുകളിലും കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം. കൂട്ടുകാർ പഠിച്ച എല്ലാ പാഠഭാഗങ്ങളിലുമുള്ള കഥാപാത്രങ്ങളുടെ നിരൂപണം കൂട്ടുകാർ പഠിച്ചു വച്ചേക്കുക. പ്രാതൽ എന്ന പാഠഭാഗത്തെ കുഞ്ഞൻ മേനോനെ പരിചയപ്പെട്ടല്ലോ. കുഞ്ഞൻ മേനോന്റെ ശാരീരിക മാനസിക പ്രകൃതികളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ചേർത്ത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ബി ചോദ്യം, ചന്ദ്രനിൽ സൂര്യനെ പതിച്ച മാതിരി. ഇതിൽ ചന്ദ്രൻ എന്ന ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? ഇതിൽ ചന്ദനം, കുങ്കുമം, ഭസ്മം. 6ാമത്തെ ചോദ്യം, അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക. സ്കൂൾ തുറക്കുന്നതോടെ തന്നെ മുടങ്ങാതെ കാലവർഷവും തുടങ്ങും. മിക്ക ദിവസവും സ്കൂളിലെത്തുമ്പോഴേക്കും പകുതി നനഞ്ഞിരിക്കും. 4 മണിക്ക് സ്കൂൾ വിട്ട് മടങ്ങുമ്പോഴാണ് മഴകോശം കൂട്ടി പെയ്യുന്നത്. 3 ജോഡി ഷർട്ടും ട്രൗസറും മാത്രമുള്ള എനിക്ക് ഉടുപ്പുണങ്ങി കിട്ടില്ലല്ലോ എന്ന ആവലാതിയായിരുന്നു മഴക്കാലം അടുക്കുമ്പോൾ. 3 ദിവസം ഇടുമ്പോഴും നനവ് ബാക്കിയുണ്ടാവും. എന്നാലും കാലവർഷത്തിൻ്റെ വരവ് ഗ്രാമത്തെ പോലെ കുട്ടിയായി ഞാനും കാത്തിരുന്നു. MT വാസുദേവൻ നായരുടെ ഒരു നോവലിലെ ഭാഗമാണ്. MTയുടെ മഴ അനുഭവത്തിലെ ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. മഴ കാണലും മഴ കൊള്ളലും ഏറ്റവും രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ്. അപ്പോൾ കൂട്ടുകാരുടെ മഴ അനുഭവം പങ്കുവയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അനുഭവക്കുറിപ്പായി എഴുതേണ്ടത് കൂട്ടുകാർക്ക് മഴയിൽ ലഭിച്ച അനുഭവമാണ്. ബി ചോദ്യം, മന്ദപ്പൻ്റെ മനസ്സിലെ സൂര്യൻ മങ്ങി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരങ്ങൾ നോക്കൂ. വിഷമം തോന്നി, സന്തോഷിച്ചു, ആകാംക്ഷയുണ്ടായി. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള 6 പ്രവർത്തനങ്ങളാണ് എക്സാമിന് ഉണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ പാഠഭാഗങ്ങളൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക. കഥാപാത്ര നിരൂപണം എഴുതാൻ, അനുഭവക്കുറിപ്പ് എഴുതാൻ, അതുപോലെ തന്നെ ഒരു പാഠഭാഗമോ ഗദ്യഭാഗമോ പദ്യഭാഗമോ ഒക്കെ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓപ്ഷൻസിലൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അത് എഴുതാനൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. ഡയറി എഴുതാൻ, സംഭാഷണം എഴുതാൻ, കത്തെഴുതാൻ, നോട്ടീസ് എഴുതാൻ, ഇതൊക്കെ കൂട്ടുകാർ മനസ്സിലാക്കി വെച്ചിരിക്കുക. വിവരണക്കുറിപ്പ് എഴുതാൻ പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇതെല്ലാം കൂട്ടുകാർ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ എക്സാമിന് കൂട്ടുകാർക്ക് ചോദിക്കാൻ ചാൻസുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ പാഠഭാഗം നന്നായി മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ കൂട്ടുകാരെ, ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത എക്സാം സ്പെഷ്യലുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്